ലുക്കിലും ടേസ്റ്റിലും ഒരു ബന്ധമില്ലെങ്കിലും ഉണ്ടല്ലോ സ്വയം അഹങ്കരിക്കുന്നത് ഞാൻ ഭയങ്കര ഇറച്ചിക്കാരനാണെന്നാണ് സംഭവം. നമ്മളുടെ സോയാ ചങ്ക്സ് അപ്പൊ ഇന്നത്തെ ഉണ്ടല്ലോ ഒരു ചില്ലി സോയ ആട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് നമ്മളുടെ സോയാ ചങ്ക്സ് എടുത്തിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വാരി ആ വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞിങ്ങോട്ട് എടുക്കണം കേട്ടാ. ഇനി ഇതിന്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടേ മൈദപ്പൊടി, കോൺഫ്ലവറിന്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകിന്റെ പൊടി, ഒരു കോഴിമുട്ട. ആദ്യം ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു സോയൊക്കെ പെറക്കിട്ട് കൊടുക്കാനായിട്ടാ. ഓരോന്നും എന്താ ഇതേപോലെ നന്നായിട്ട് കോട്ടിങ് പിടിച്ച് കിട്ടണം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ആ ഒരു ബാറ്ററിന്റെ പറഞ്ഞത്. ഇനി ഒരു പാനിലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് ഓരോന്നോരോന്ന് പെറക്കിട്ടാതിട്ട് അല്ലെങ്കിൽ കൂടെ അങ്ങോട്ട് കട്ട കുത്തി വരും. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടേ മാറ്റി വെച്ചോളൂ കേട്ടാ. ഇനി വേറൊരു പാനിലെ കുറച്ച് ഓയിൽ വേറെ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ആദ്യം അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന്റെ പുറകെ തന്നെ ക്യൂബാക്കി കട്ട് ചെയ്തിരിക്കുന്ന 2 സവാളയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഇരുന്നത് കൊണ്ട് ഞാൻ 2 കളറും ചേർത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് സോസുകളായിട്ടേ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ എരിവിനുള്ള കുരുമുളകിന്റെ പൊടിയുടെ ചേർത്തിട്ട് പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടെ നമ്മളുടെ ആ ഒരു സോയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന്റെ പുറകെ തന്നെ കുറച്ച് സെല്ലറി സ്പ്രിംഗ് ഓണിയനോട് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ നമ്മുടെ വെജിറ്റേറിയൻ